എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. സ്കൂളിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട്, ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട്. കർത്താവ്, സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രബിൾസിലൂടെ പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. അധ്യാപകർക്കായാലും ശരി, കുട്ടികൾക്കായാലും ശരി, അവരോരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ. ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വാങ്ങിക്കാൻ മോനെ എന്നൊക്കെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിൽ, ചെറിയ ക്ലാസ്സിലായിരിക്കും വലിയ ക്ലാസ്സിലൊക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാം മനസ്സിൽ പിടിച്ച് നിങ്ങൾ ആരെയും കൊച്ചാക്കി കാണരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു കാലം ഉണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ആവശ്യകതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം. ആരെയും വേദനിപ്പിക്കുകയോ മാതാപിതാക്കന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടിത്തുള്ളി തോന്നിവാസം പറയുകയോ ചെയ്യരുത്. നിങ്ങൾക്കൊരു കാലം ഉണ്ടാകുമെന്ന് ഓർത്തേക്കണം. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടും വായ്പ ചൊറിച്ചു പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് തനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ, തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലും ഉള്ളവർ ഓരോ മേഖലകളിലും തങ്ങൾ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. കർത്താവേ, അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാൻ